guys, welcome back to my YouTube channel Hridya's Vlogs. So guys, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഡൽഹി ട്രിപ്പിലെ പാർട്ട് 2ഉം ഡേ 2ഉം ആണ്. ഇന്നലത്തെ വീഡിയോ ഞാൻ മാക്സിമം കട്ട് ഷോട്ട് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിപ്സ് എല്ലാം ആഡ് ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് ഡൗൺലോഡായി വരുന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇട്ടത് ഇന്ന് രാവിലെ അപ്ലോഡായി തീരാനായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 8:15. നമ്മളുടെ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് സൈറ്റ് സീയിങ് ആണ്. നമുക്ക് നമ്മളുടെ പണിക്കേഴ്സ് എന്ന് പറഞ്ഞ ട്രാവൽസിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 25th January 2025 ഡൽഹി സൈറ്റ് സീയിങ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരുടെ മറ്റേ ബസ്സിൽ വന്ന് നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന കേരള ഹൗസിൻ്റെ ഫ്രണ്ടിൽ വന്ന് അവർ നമ്മളെ പിക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ ലുക്ക് വന്നിട്ട് ഒരു ഫുൾ കൈ സ്വെറ്റ് ടീഷർട്ടാണ്. ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തതാണ്. പാൻസ് സ്കിന്നി ഫിറ്റ് ജീൻസാണ്. ഇതും ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തതാണ്. പിന്നെ എൻ്റെ ഷൂസും വാച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷെ തണുപ്പായതുകൊണ്ട് ആരും കാണില്ല. പിന്നെ നമ്മൾ ഈ തൊപ്പിയും കൂടെ വയ്ക്കും. അത്രയേ ഉള്ളൂ. ഇത് ഡൽഹിയിലെ 5 സ്റ്റാർ ഹോട്ടൽസാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് ഒരെണ്ണം നമ്മൾ കേരള ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്. ലേ മെറിഡിയൻ, ഹയാത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്. ഇത് നമ്മളുടെ ഇന്ത്യ ഗേറ്റ് കർത്തവ്യ പത്തിൻ്റെ അവിടെയാണ്. അവിടെയൊക്കെ ഫുൾ റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം നാളെ റിപ്പബ്ലിക് ഡേ ആണ്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ഇങ്ങനത്തെ നമുക്ക് അവിടെ ഒരു 10 minutes നിർത്തി തന്നു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ഇത് വന്നിട്ട് രാഷ്ട്രപതി ഭവനാണ്. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത് പോലും പോകാൻ പറ്റില്ല. ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇതൊക്കെ. അതുകൊണ്ട് ഭയങ്കര നാളെ റിപ്പബ്ലിക് ഡേ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് ഹുമായൂൺ ടോംബിലാണ്. ഇവിടെ അച്ഛനും അമ്മയുടെ ക്യൂ നിൽക്കുകയാണ്. ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 40 രൂപയാണ്. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഹുമായൂൺ ടോംബിൽ അകത്തോട്ട് നടക്കുകയാണ്. ഒരു സ്ഥലത്ത് 40 മിനിറ്റേ ഉള്ളൂ. സോ മാക്സിമം നമ്മൾ സ്പീഡിൽ നടന്നെല്ലാം കണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പണിക്കേസിൻ്റെ ഇത് തന്നെ ഒരു ഇൻസ്ട്രക്ടറും കൂടെ ഉണ്ടാവും. നമ്മളെ കൂടെ വരത്തില്ല, ചില സ്ഥലങ്ങളിൽ കൂടെ വരും. സോ ഞാൻ വേഗം പോട്ടെ. ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, വെറുതെ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ആൻഡ് ദെൻ ഈ ഒരു ഡോറിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മളുടെ ഹുമായൂൺ ടോംബ് വരുന്നത്. ഇതാണ് ഈ ഒരു ഡോർ നമ്മൾ കയറുമ്പോഴാണ് ഹുമായൂണിൻ്റെ ടോംബ്. ആൻഡ് ദെൻ ഇതിൻ്റെ പല സൈഡ്സിലായിട്ട് പല റൂംസ് ഉണ്ട്. അതിലൊരു റൂമിൽ 4 ടോംബ്സൊക്കെ വെച്ചിട്ട് പല ആൾക്കാരുടെയും ടോംബുകളാണ് അവിടെ ഇരിക്കുന്നത്. ആൻഡ് ദെൻ അതൊന്നും വീഡിയോ എടുത്തില്ല, കാരണം നമുക്ക് ടൈം ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. സോ നമുക്ക് ഫോട്ടോ എടുക്കണം, ഈ ടോംബ് കാണണം, ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ വേഗം ഓടിപ്പോയി കണ്ട് തിരിച്ചിറങ്ങി. ഇത് നമ്മളുടെ ലോട്ടസ് ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ഹുമായൂൺ ടോംബിൽ നിന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ലോട്ടസ് ടെമ്പിളിലോട്ടാണ്. സോ ഇതിൻ്റെ ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്ത് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും അലോഡല്ല. സോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ പുറത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കയറുമ്പോൾ ഒരു ചാക്കിൻ്റെ കവറിൽ നമ്മൾ ചെരുപ്പിട്ടിട്ട് നമ്മൾ അവിടെ ഡെപ്പോസിറ്റിംഗ് കൗണ്ടറുണ്ട്, അവിടെ കൊണ്ട് വയ്ക്കണം. ആൻഡ് ദെൻ ഇതിൽ ഒരു മെഡിറ്റേറ്റിംഗ് റൂം ആയതുകൊണ്ടാണ് ഫോണും കാര്യങ്ങളൊന്നും കയറ്റിക്കൂടാന്ന് പറയുന്നത്. നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവർ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നു. ആൻഡ് ദെൻ അതിനകത്ത് പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ദെൻ നമ്മളിതിനകത്ത് വന്നിരുന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നു. കണ്ടില്ലേ, അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്ന കണ്ടില്ലേ, അതിനകത്ത് വീഡിയോ കാര്യങ്ങളൊന്നും ലോഡല്ല. നമ്മുടെ ഫോൺ സൈലൻറ്റിലിട്ടിട്ട് പോക്കറ്റ് ഇട്ടിട്ട് നമ്മൾ അതിനകത്ത് കയറണം. പിന്നെ തൊട്ട് ബാക്കിലായിട്ട് കിടക്കുന്ന പൂളാണ് സ്വിമ്മിങ് പൂൾ. പിന്നെ അവർ അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹോളി റൈറ്റിങ്സിൻ്റെ ബുക്കും വെച്ചിട്ടുണ്ടാവും. ഇത് നമുക്കെടുത്ത് വായിക്കാം. സോ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. അടുത്ത ഡെസ്റ്റിനേഷൻ കുത്തബ് മിനാറാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കുത്തബ് മിനാറിലാണ്.
നമ്മൾ ലോട്ടസ് ടെമ്പിളൊക്കെ കണ്ട് ഇറങ്ങി ഒരു 20 to 25 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു ഇവിടുന്ന് ലോട്ടസ് ടെമ്പിളിൽ നിന്ന് കുത്തബ് മിനാറിലോട്ട്. അപ്പോൾ ഞാൻ ബിലോ 15 ആയതുകൊണ്ട് എനിക്ക് ക്യൂ ഒന്നും നിൽക്കണ്ട, എനിക്ക് ഡയറക്റ്റ് എൻ്റെ ID കാർഡ് കാണിച്ച് കയറി വരാം. അച്ഛനും അമ്മയൊക്കെ അവിടെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട്. പിന്നെ നമുക്കിനി അകത്തോട്ട് നടന്നു പോകണം. നടന്നു പോകുമ്പോൾ നമുക്ക് വെളിയിൽ നിന്നേ കാണാൻ പറ്റും ആക്ച്വലി കുത്തബ് മിനാർ. ആൻഡ് ഇവിടെ സെൽഫി സ്റ്റിക്കൊന്നും അലോഡഡ് അല്ല. അപ്പം നേരത്തെ ഷേക്കിനെ കാട്ടി കൂടുതലായിരിക്കും ഇപ്പോഴത്തെ ഷേക്ക്, കാരണം സെൽഫി സ്റ്റിക്ക് അലോഡഡ് കൈ വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും. ഇതാണ് കുത്തബ് മിനാർ. ഇതിൻ്റെ അടുത്ത് നമുക്കിവിടെ 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് 10 മിനിറ്റ്സ് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട്. നമ്മൾ അവിടെ പോയി കൂടുതൽ ഇരിക്കുകയാണ് ചെയ്തത്. ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. കുറച്ചധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളവിടെ പോയി ഇരുന്നു. നമുക്ക് 45 മിനിറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതലും ഇവിടെയാണ് നമ്മൾ റെസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഫുൾ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറ്റണമെങ്കിൽ കമ്മ്യൂണിറ്റിയിലാണ്. നമ്മളിവിടെ കുത്തബ് മിനാറിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് ഇരിക്കുകയാണ്. കുത്തബ് മിനാർ ജസ്റ്റ് കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് നമ്മളുടെ ട്രാവൽ ഏജൻസിയിലെ ഇൻസ്ട്രക്ടർ പറഞ്ഞ് 11:25 ഞങ്ങൾ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പറഞ്ഞു 12:10 തിരിച്ച് ബസ്സിൽ കയറണം എന്ന് പറഞ്ഞു. സോ ഇനി എവിടെയാണെന്ന് അറിയത്തില്ല. മേ ബി ലഞ്ചിനായിരിക്കും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. എന്തായാലും വൈകിട്ട് നമ്മൾ റൂമിലെത്തത്തുള്ളൂ. ഒരുപാട് സ്ഥലങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ 7 സ്ഥലങ്ങളെന്തോ കവർ ചെയ്യാനുണ്ട്. ഇപ്പം പകരം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 3 to 4, 5 സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കാണണം. എനിക്കറിയത്തില്ല, ഇവിടെ സെൽഫി സ്റ്റിക്കല്ല ഓർഡർഡ് അല്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് ദെൻ ഇവിടെ തണുപ്പുണ്ട്, ബട്ട് അത്ര തണുപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് ഊറിയിട്ട് നമ്മൾ സ്വെറ്റ് ടീഷർട്ട് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് നമ്മൾ ലഞ്ച് കഴിക്കാനൊക്കെ കയറി, എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയത് ഡൽഹിയിൽ തന്നെ ഉള്ളൊരു മലയാളി ഹോട്ടലിലാണ്, എന്തോ ഒരു മലബാർ ഹോട്ടൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പക്ഷേ ഫുൾ മലയാളി ടച്ച് ആയിരുന്നു അവിടെ സോങ്സൊക്കെ ഇട്ടിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം മലയാളം സോങ്സ് കേട്ടപ്പം എന്തോ പോലെയായിരുന്നു. ഞാൻ കഴിച്ചത് ചിക്കൻ ഫ്രൈഡ് റൈസ്, അച്ഛൻ കഴിച്ചത് ഇന്ത്യൻ താലി, അമ്മ കഴിച്ചത് ചിക്കൻ ബിരിയാണി. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ താലി അങ്ങനത്തെ കഴിക്കുന്നത്. ഗൈസ്, നമ്മൾ പിന്നെ ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന വീട് വിസിറ്റ് ചെയ്യാനാണ് പോയത്. ആൻഡ് ദെൻ ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ കുറേ സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ ഇട്ടിരുന്ന സാരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ. പിന്നെ ഇതൊന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ട് ആക്ച്വലി അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. എനിക്ക് പറഞ്ഞു തരാനായിട്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ടൊന്നും അറിഞ്ഞില്ല. ഇന്ദിരാഗാന്ധിയുടെ വിസിറ്റിംഗ് റൂമാണിത്. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനൊക്കെ ഉള്ള റൂമാണത്. ഇവിടെ ഈ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് ഇന്ദിരാഗാന്ധി വെടിവെച്ചപ്പോൾ ഇന്ദിരാഗാന്ധി വന്ന് വീഴുന്നത്. അതൊക്കെ അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഡെഫിനേഷനൊക്കെ എഴുതി അവർ അവിടെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ നെഹ്റു മ്യൂസിയത്തിൽ പോയി, അവിടെ വീഡിയോ അലോഡഡ് അല്ല. ആൻഡ് ഇത് വന്നിട്ട് നമ്മളുടെ ഗാന്ധിജിയുടെ സമാധിയുടെ ഇതാണ് രാജ്ഘട്ട്. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് പ്ലേസ്. മിക്ക സ്ഥലങ്ങളിലും വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ബാക്കിയെല്ലാം മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം രാജ്ഘട്ടിലും കൂടെ പോയിട്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. രാജ്ഘട്ടിലെ കുറച്ച് ക്ലിപ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആൻഡ് ദെൻ നമ്മൾ നെഹ്റു മ്യൂസിയം പോയി. ആൻഡ് ഇന്ദിരാഗാന്ധി താമസിക്കുന്ന വീട്ടിൽ പോയി. ആൻഡ് ദെൻ നെഹ്റു മ്യൂസിയത്തിലൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലോട്ടാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈകിട്ട് കുറേ സ്ഥലത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്തു, പക്ഷെ അത് ക്യാൻസൽ ചെയ്തു കുറച്ച് കാരണത്താൽ.
സോ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കസിൻസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് പോവാണ്. ഇന്നലെ പോയ അതേ മാർക്കറ്റിലാണ് പോകുന്നത്. സോ ഞാൻ വീണ്ടും നിങ്ങളത് കാണിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. സോ ഞാൻ ഇന്നത്തെ ഡേ 2 ഡൽഹിയിലെ ഡേ 2 വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഡൽഹിയിലെ ഡേ 3 വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.